എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ശ്രീമുരുകൻ്റെ പത്നിയായിട്ടുള്ള ദേവസേനയായിട്ടുള്ള ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ ഇന്ദ്രരാജാവിൻ്റെ മകളായിട്ടുള്ള ദേവസേനയുടെ മാത്രം പതിയല്ല, നമ്മുടെയൊക്കെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു വേടൻ, അദ്ദേഹത്തിൻ്റെ കൂടി മകളായിട്ടുള്ള വള്ളിയുടെ കൂടി പതിയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ ഭഗവാന്റെ രണ്ടാമത്തെ പത്നിയായിട്ടുള്ള വള്ളിയെക്കുറിച്ച്, ആ വിവാഹത്തെക്കുറിച്ചാണ്, ആ കഥയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, അമൃതവല്ലി അതുപോലെ തന്നെ സുന്ദരവല്ലി എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളുടെ കഥ. അവരുടെ പിതാവ് മഹാവിഷ്ണു ആണ് എന്നും പറഞ്ഞു. എപ്പോഴാണ് ഇവരുടെ ജന്മം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ പല ഗ്രന്ഥങ്ങളിലും കാണുന്നത് ഭഗവാൻ വാമനാവതാരം എടുത്ത് മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് പോയി. ഈ സമയത്ത് ബലിചക്രവർത്തിയുടെ ഭഗവാനോടുള്ള ഭക്തി, അദ്ദേഹത്തിന് ഭഗവാനോട് തോന്നിയിട്ടുള്ള സ്നേഹം, ഇതുകൊണ്ടൊക്കെ തന്നെ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് സങ്കല്പം. മഹാവിഷ്ണുവിന് കണ്ണുനീര് വന്നു. 2 തുള്ളി കണ്ണുനീരാത്രേ ഭൂമിയിൽ വീണത്. ആ 2 തുള്ളി കണ്ണുനീരിൽ നിന്നാണ് സുന്ദരവല്ലിയും അമൃതവല്ലിയും ജനിക്കുന്നത്. ഈ സുന്ദരവല്ലിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വള്ളിയായിട്ട് ജനിക്കുന്നത്, അമൃതവല്ലിയാണ് ദേവസേനയായിട്ട് ജനിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് ജനിച്ചത് ഒരു വള്ളിയുടെ താഴെ ആയതുകൊണ്ട് വള്ളി എന്ന് പേരിട്ടു എന്ന് പറയുന്നുണ്ട്. നമ്പിരാജൻ എന്ന് വിളിക്കപ്പെടുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു വേടനാണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തുന്നത്. അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു ഗോത്ര വിഭാഗത്തിൻ്റെ. അതുകൊണ്ട് തന്നെ അവരുടെ രാജകുമാരിയായിട്ട് ഈ പെൺകുട്ടി വളർന്നു. അവൾ ചെറുപ്പം തൊട്ടേ ഈ ആയോധന കലകളിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയിരുന്നു. അച്ഛൻ അമ്പും വില്ലും വാൾപ്പയറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും അവളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിസ്ഥലങ്ങൾക്കൊക്കെ കാവൽ നിൽക്കുക എന്ന് പറയുന്നത് വള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ വള്ളി ഒരിക്കൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കൊയ്യാനായിട്ട് പാകപ്പെട്ട് കിടക്കുന്ന ഒരു വയലിന് കാവൽ നിൽക്കുന്ന സമയത്ത് ഒരു സുന്ദരനായിട്ടുള്ള വേടൻ അങ്ങോട്ട് വന്ന് വള്ളിയുമായിട്ട് പ്രണയാഭ്യർത്ഥന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ വള്ളിയാവട്ടെ ചെറുപ്പം മുതലേ സുബ്രഹ്മണ്യസ്വാമി അല്ലാതെ വേറെ ആരെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് നിർബന്ധമായിട്ടുള്ള ഒരു സത്യം അവരുടെ മനസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേടൻ വന്ന് ഇങ്ങനെയൊക്കെ അവരോട് പറയുന്നത് കേട്ടപ്പോൾ അതിയായിട്ടുള്ള ക്രോധം അവർക്കുണ്ടാവുകയും അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അച്ഛൻ രാജാവ് ഈ വേടനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഭഗവാൻ ഒരു മരത്തിന് രൂപം സ്വീകരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരാരും തന്നെ കാണാനില്ലല്ലോ എന്ന് കരുതി ഈ രാജാവ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വൃദ്ധനായിട്ടുള്ള ഒരാളുടെ ഭാവത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു. ഞാൻ ഈ കുട്ടിയെ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് ആ വേടനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ രാജാവിനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടു എന്നാണ്. പിന്നീട് ഈ വൃദ്ധനാണ് വള്ളിയായിട്ട് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ വൃദ്ധനെ വളരെ നന്നായിട്ട് വള്ളി പരിചരിച്ചു, വേണ്ട ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, നന്നായിട്ട് ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാൻ വള്ളിയെ പരീക്ഷിക്കാനായിട്ട് ആ വൃദ്ധ രൂപത്തിൽ ഇരുന്നുകൊണ്ട് വിവാഹം കഴിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ വള്ളിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുരുകനെ അല്ലാണ്ട് വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നുള്ള സത്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ആ മഹാത്മാവിൻ്റെ വാക്കുകളെ അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. വളരെയധികം ദേഷ്യപ്പെട്ട് പെരുമാറി. അവരുടെ അടുത്തുനിന്ന് ആ വള്ളി എന്ന് പറയുന്ന പെൺകുട്ടി വനത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഭാവിച്ചു. ഈ സമയത്ത് ഭഗവാൻ ആ വൃദ്ധരൂപത്തിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനായിട്ടുള്ള ഗണപതി ഭഗവാനെ ധ്യാനിച്ചു എന്നാണ്. ആ സമയത്ത് കാട്ടിലൊരു കുട്ടിയാനയായിട്ട് വള്ളിയുടെ മുമ്പിലേക്ക് ഗണപതി ഭഗവാൻ വരികയും ആ ആനക്കുട്ടിയെ കണ്ട് ഭയന്ന് വള്ളി വീണ്ടും ഈ വൃദ്ധൻ്റെ അടുത്തേക്ക് തന്നെ ഓടുകയും ആ വൃദ്ധനെ ചേർത്ത് പിടിക്കുകയും ഈ ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് ആ വൃദ്ധൻ വീണ്ടും പറഞ്ഞു, അത്രേ, ഞാൻ നിന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ നീ എന്നെ വിവാഹം കഴിക്കും എന്ന് സത്യം ചെയ്യണം. ആ സമയത്ത് മുരുകനെ അല്ലാണ്ട് വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ള സത്യം ചെയ്തിരുന്നുകൊണ്ട് തന്നെ അതിനെയും അവഗണിച്ച് വള്ളി അവിടെ നിന്ന് പോകാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സ്വയം ആ രൂപം കാണിച്ചു കൊടുത്തു വള്ളിക്ക് എന്നാണ്. ഈ വൃദ്ധനായിട്ട് വന്നിട്ടുള്ളത് നീ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഭാവത്തിൽ ഭഗവാൻ ആ വേടൻ്റെ രൂപത്തിൽ, ആ സുന്ദരനായിട്ടുള്ള വേടൻ്റെ രൂപത്തിൽ ആ വള്ളിക്ക് ദർശനം കൊടുക്കുകയും വള്ളിയെ ഭഗവാൻ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെയാണ് വള്ളിയുടെ ഒരു പരിണയം ഉണ്ടായതായിട്ട് പറയുന്നത്. വള്ളിയായിട്ട് ഭഗവാൻ താമസിച്ച സ്ഥലമാണ് തിരുത്തണി എന്ന് പറയുന്ന സ്ഥലം. ഈ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലം ഭഗവാന്റെ 6 പടൈ വീടുകളിൽ ഒന്നാണ്. ദേവയാനിയുമായിട്ട് ഭഗവാൻ താമസിക്കുന്ന സ്ഥലമാണ് തിരുപ്പറംകുണ്ട്രം, വള്ളിയായിട്ട് തിരുത്തണി. ഇത് രണ്ടും
ഭഗവാന്റെ ആറുപടൈ വീടുകളിൽ പെടുന്ന ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇന്ന് അവിടെ ചെന്നാൽ നമുക്ക് ഭഗവാനെ വള്ളി സമേതനായിട്ട് തിരുത്തണിയിലും ദേവസേനാ സമേതനായിട്ട് തിരുപ്പറംകുன்றത്തും കാണാൻ സാധിക്കും. അത്ര ചൈതന്യവത്തായിട്ടുള്ള ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. അവിടെ ഇച്ഛാശക്തിക്ക്, നമുക്കൊരു വിൽ പവറിന് എപ്പോഴും മാനസികമായിട്ട് ബലമില്ലാത്ത ആൾക്കാർ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ വരുമ്പോഴേക്കും വീണു പോണ ആൾക്കാർ, ഇവരൊക്കെ ഇച്ഛാശക്തി ഉണ്ടാവാൻ, മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബലം ഉണ്ടാവാൻ വള്ളി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുകയാണ് വേണ്ടതെന്നാണ്. കാരണം വള്ളി ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമാണ്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. ഇച്ഛാശക്തിയുടെ രൂപത്തിൽ വള്ളി, ക്രിയാശക്തിയുടെ രൂപത്തിൽ ദേവസേന, ഒപ്പം ജ്ഞാനശക്തിയുടെ രൂപത്തിൽ ഭഗവാന്റെ കയ്യിലുള്ള വേൽ. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് ശാശ്വതമായിട്ടുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. ചെയ്യണം എന്നുള്ള ആഗ്രഹം, ചെയ്യാനുള്ള കഴിവ്, ചെയ്യാനുള്ള അറിവ്, ഇത് മൂന്നുള്ള ഒരാൾക്കേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് വള്ളി ദേവസേന വേൽ ധരിച്ചിരിക്കുന്ന മുരുകൻ്റെ വിഗ്രഹം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.